ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് കിട്ടും. അതാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും എന്താ പറയുക, ആ പാവം പയ്യനെ ഇതുപോലെ അവൾ കൊന്നു. അത്ര തന്നെ. കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചൊരു പയ്യനാണ്, 26 വയസ്സുള്ള കേതൻ എന്ന് പറഞ്ഞു. ഇവളൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ട് ഇത്രയും ചിരിച്ചോണ്ട് ആ തള്ളി ഇട്ട സമയത്ത് ആ പയ്യൻ്റെ ആ ഒരു വികാരം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും ഇവളെ വിശ്വസിച്ചിട്ട് കൂടെ പോയതല്ലേ. ഒക്കെ കാമുകനുണ്ടെങ്കിൽ അങ്ങനെ പോയാൽ പോരെ. അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ മാനം പോകുന്നു, അതുകൊണ്ടാണ് ഇറങ്ങി പോകാതിരുന്നതെന്ന് ഇപ്പോൾ പറയുന്നത് പോലീസ് പിടിച്ചപ്പോൾ. അതുകൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല. ഇപ്പോൾ ജയിലിൽ പോയി, ആ കൊച്ചൻ്റെ ജീവനും പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ള് വീഡിയോ കണ്ടു. ആ പയ്യൻ്റെ അച്ഛൻ പറയുന്ന വീഡിയോ കൂടെ ഉണ്ട്, ഹിന്ദിയിലാണ്. ഓക്കെ, ഇവർ ഒന്ന് പ്ലാൻ ചെയ്തതാണ് നേരത്തെ, അത് നടന്നില്ല. പിന്നെ രണ്ടാമത് സെയിം ഇവിടെ ബർത്ത്ഡേക്ക് ആ ടൈമിലും കണ്ട് പിന്നെയും കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടുമായിരുന്നു. അങ്ങനെ കൊന്നത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രണയിക്കുന്ന പിള്ളേരോടാണ്, നിങ്ങൾക്ക് പോകണമെന്നെങ്കിൽ അങ്ങ് പോവുക, കാമുകൻ്റെ കൂടെ പോവുക. വെറുതെ ഈ കല്യാണമൊക്കെ ആലോചിച്ച് വെറുതെ ആമ്പിള്ളേരുടെ ജീവിതം കളയരുത്. അറേഞ്ച് മാരേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ നോക്കേണ്ട കാര്യമില്ല, പോവുക. അല്ലാതെ ഇത് ആ കൊച്ചൻ്റെ ജീവനും കളഞ്ഞ് നിങ്ങൾ ഈ കൊല്ലാനും പിടിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസ് അവരെല്ലാ തെളിവും വെച്ചിട്ട് അവർ പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതിലും നല്ലതല്ലേ അങ്ങ് പോകുന്നത്. വെറുതെ എന്തിനാ ഒരു തെറ്റും ചെയ്യാത്ത ആമ്പിള്ളേരെ ഇങ്ങനെ കൊന്നിട്ട് അവൻ്റെ ജീവിതം കളയേണ്ട ആവശ്യമുണ്ട്. അപ്പം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക, മണ്ടത്തരങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അതേപോലെ മണ്ടത്തരമാണ് ഗ്രീഷ്മ. നമ്മുടെ കേരളത്തിൽ ഇതേ സംഭവം നടന്നില്ലേ, കഷായം ഗ്രീഷ്മ. പിന്നെ നിയമം, ഇന്ത്യയിലെ നിയമം കുറച്ചുകൂടെ കഠിനമാക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇതൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇറങ്ങി വരുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തോന്നുന്നു. അപ്പം ഇതിനൊക്കെ നല്ല പണി കൊടുത്തെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഈ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ എന്താ പറയാ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനെയുള്ള കൊലകളൊക്കെ നടക്കും, പേടിയില്ല. അവർക്കറിയാം കുറച്ചുനാൾ കഴിയുമ്പോൾ. അപ്പം वीडियो भी जाना है तो 5 जून के लिए हमने इनकार कर दिया कि जब 31 को जाके आए तो रोज वहाँ क्या काम है। लेकिन उसने बहुत जिद की कि नहीं मेरे को जाना है, लेकिन फिर किसी वजह से वो जा नहीं पाए। फिर वो लोग जा रहे थे 6 तारीख को शाम को बाली। जाते समय 4 लोग एक साथ जा रहे थे, सिर्फ केतन का ही पासपोर्ट चोरी हो गया, जिसकी वजह से वो जा नहीं पाए। एयरपोर्ट से वो रिटर्न आ गए। 14 को मुझे कल वहां पता चला कि उसने खुद ने उसको धक्का मारा, जिसकी वजह से केतन पीछे सरक गया और पीछे एक पेड़ था, पेड़ का सहारा लेके वो बच गया। बचने के बाद उसने इमीडिएटली नाटक किया कि सांप आ गया और मैंने तेरे को बचा लिया। फिर इमीडिएटली उसने फिर बोला 18 तारीख को मेरे को फिर लोहगढ़ जाना है, जबकि 19 तारीख को उसका बर्थडे था।